കൊല്ലത്ത് ബോട്ടുകളിൽ വൻ തീപിടുത്തം. 10ഓളം ബോട്ടുകൾ കത്തിനശിച്ചു. കൊല്ലം കുരീപ്പുഴയിലാണ് സംഭവം. കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. പുലർച്ചെ 2 മണിക്കായിരുന്നു ഈ ബോട്ടിന് തീപിടിച്ച സംഭവം. ഈ സമീപത്ത് താമസിക്കുന്ന ഡാലി എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ആദ്യം ഇതിൻ്റെ സ്ഫോടന ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്നതും മുകളിലേക്ക് കയറി നാട്ടുകാരെ വിവരം അറിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് മത്സ്യത്തൊഴിലാളികൾ മുഴുവനും ഇങ്ങോട്ടേക്ക് ഓടിയെത്തി. ഇതിൽ ആദ്യം ആ സമയത്തും ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടുന്നതിൻ്റെ ശബ്ദം, സ്ഫോടനത്തിൻ്റെ ശബ്ദം അവർ കേട്ടിരുന്നു. പിന്നീട് മത്സ്യത്തൊഴിലാളികൾ ഈ ഒരു ബോട്ടിൽ നിന്ന് മറ്റുള്ള മത്സ്യബന്ധന ബോട്ടുകളിലേക്ക് ആ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചങ്ങലകൾ ബന്ധിപ്പിച്ചിരുന്നത് മുഴുവനും ബ്രേക്ക് ചെയ്ത് സുരക്ഷിതമായി 8 ബോട്ടുകൾ അവർക്ക് മാറ്റാൻ പറ്റി. നിലവിൽ ഏതാണ്ട് 11 ഗിൽനെറ്റ് വള്ളങ്ങൾ കത്തിനശിച്ചു. ഒരു ചെറിയ വള്ളവും കത്തിനശിച്ചിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യഫെഡ് ചെയർമാൻ സിറ്റി മനോഹരൻ, ഇതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? എന്താ സംഭവിക്കുന്നതെന്നോ? അങ്ങനെ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1950കളുടെ തുടക്കത്തിൽ നോർവേ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ആരംഭിച്ചതാണ് കേരളത്തിലെ യന്ത്രവൽകൃത മത്സ്യബന്ധനം. അത് ആരംഭിച്ചത് നീണ്ടകര ശക്തികുളങ്ങര ഭാഗത്ത് മാത്രമാണ്. എന്തായാലും ഇപ്പോൾ അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു വലിയ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു അന്വേഷണം നടത്തി നിജസ്ഥിതി ബോധ്യപ്പെടേണ്ടതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് കഴിഞ്ഞ ഒരു 10 ദിവസത്തിൽ. 10 ദിവസമല്ല, ഒരു 2 മാസത്തിനിടയിൽ രണ്ടാമത്തെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു ദുരൂഹമായ സാഹചര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കാവുന്നതാണ്. ഇതിൽ എന്തായിരിക്കും ഒരു പോസിബിലിറ്റി? ഇപ്പോൾ ഇവർ പലരും പറയുന്നു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നു, ഇത് ബോട്ടുകളിൽ ആളുകൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ സംശയം എന്ന് തോന്നാൻ ഒരു കാരണം എന്താ? അത് അടിക്കടി ഇപ്പോൾ ഒരു 2 മാസത്തിനിടയിൽ രണ്ടാമത്തെ സംഭവമാണ്. നേരത്തെ ഈ ദശാബ്ദങ്ങളായി വ്യവസായവും ബിസിനസ്സും ബോട്ട് സർവീസും ഇവിടെ ഉണ്ട്. അന്നൊന്നും ഉണ്ടാകാത്ത നിലയിലേക്കുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് തന്നെ സംശയാസ്പദമാണ്.